ഹലോ ഗായ്സ്, നമുക്കൊന്ന് നാട്ടിപ്പോയാലോ? അപ്പോൾ പൂജാ ഹോളിഡേയ്സ് പ്രമാണിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തെ ലീവ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകുന്നത് നിലമംഗലേക്കാണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾക്ക് മടവരെ പോകണം. കാരണം അവിടെ നിന്നാണ് നമുക്ക് മെട്രോ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മടവരയിൽ. അതുകൊണ്ട് നമുക്ക് വേഗം ചെന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നമ്മൾ ലേഡീസ് കോച്ചിൻ്റെ അവിടെയാണ് വെയിറ്റ് ചെയ്തത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളാണെന്ന് ഫസ്റ്റ് അതിൽ കയറി. നമ്മൾ കയറിയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആകെ 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ പകുതിയൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി മജസ്റ്റിക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ മജസ്റ്റിക്ക് എത്തിയിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. അപ്പോൾ ഇതാണ് ശരിക്കും ട്രെയിനിൻ്റെ ഒരു അവസ്ഥ. പൂജാ ഹോളിഡേയ്സ് ആയിട്ട് എല്ലാ മലയാളീസും ആ ട്രെയിനിലുണ്ട്. പിന്നെ നാട്ടിലെത്തിയപ്പോൾ നാട്ടിലാണെങ്കിൽ നല്ല മഴയായിരുന്നു. അങ്ങനെ കായംകുളത്തൊക്കെ ഇറങ്ങി. പിന്നെ കായംകുളത്ത് ഇറങ്ങിയിട്ട് നേരെ നമ്മളൊരു ചായയും പിന്നെ ഒരു എഗ് പപ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ അടൂർക്കുള്ള ബസ് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ അടൂരെത്തി. അങ്ങനെ അവിടുന്ന് ഞാൻ അടുത്ത ബസ് കയറി ഏനത്തേക്ക്. അങ്ങനെ ഏനത്ത് എത്തി. അവിടുന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത ഓട്ടോ വിളിച്ച് എൻ്റെ വീട്ടിൽ പോയി.